രാഷ്ട്രീയം നോക്കിയല്ല, രാഷ്ട്രീയത്തിലൊന്നും നമുക്ക് വിശ്വാസമില്ല. പഞ്ചായത്തുകളിൽ 4 ലക്ഷം രൂപ വീടിന് കിട്ടുന്നു. ഈ 4 ലക്ഷം രൂപ കൊണ്ട് 2 റോഡ് കല്ല് ഇറക്കി 4 കട്ടളയും വെക്കുമ്പോൾ വീട് തീരുവും. എനിക്കൊന്നും തീർത്ത് പറയാൻ പറ്റുന്നില്ല. വീണയ്ക്കുമുണ്ട്, അദ്ദേഹത്തിന് ചാൻസ് ഉണ്ട്. പുതിയ ആളൊരു വന്നിട്ട് നോക്കിക്കളയാം. മാറ്റം ആരും മാറ്റാൻ വരുത്താൻ ആരും മാറ്റം വരുത്തത്തൊന്നുമില്ല. ഇതൊക്കെ കയറുന്ന അവസരത്തിൽ മോളെ ഞാൻ കൈക്ക് പിടിക്കും. കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാറേലേ പോകും, പിന്നെ മിണ്ടുന്നില്ല. നമുക്ക് അനുഭവങ്ങളുണ്ട് പലതും. മറ്റുള്ളവർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ 10 കൊല്ലം കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി മണ്ഡലത്തിൽ ചെയ്തു. അവർക്ക് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കണം. പിന്നെ ഇവിടെ കോഴഞ്ചേരി കഴിഞ്ഞ വേക്കത്തെ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ജയിക്കുമോ, ഒരു ജില്ലാധിപതി ജയിക്കുമോ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. കാരണം വാർത്തകളൊക്കെ കേൾക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായി, മനസ്സിന് ഒരു പ്രയാസം കൊള്ളുന്ന കാര്യങ്ങളൊക്കെയാണ് വാർത്തകൾ കേൾക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ, ഇപ്പം എന്നെ സംബന്ധിച്ച് കൊടുക്കുക എന്നത് ഞാൻ വീണ ജോർജിനെ കൂട്ടുകയുള്ളൂ. കാരണം അവർ ഈ നാട്ടിൽ ചെയ്ത രാഷ്ട്രീയം നോക്കിയല്ല, രാഷ്ട്രീയത്തിലൊന്നും നമുക്ക് വിശ്വാസമില്ല. ഞാൻ ഇലക്ഷന് പോകണമെന്നില്ല, അഥവാ വോട്ട് എന്നെ സംബന്ധിച്ച്, കാരണം അവരെ സംബന്ധിച്ച് അവർ ചെയ്യാവുന്ന ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നമുക്കിപ്പോൾ മെയിനായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ ഗവൺമെൻറ് ആശുപത്രിയെ ഞാൻ ഉന്നം വെച്ചിട്ടുള്ളൂ. കാരണം ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങൾക്കൊരസുഖം വന്നാൽ പണ്ട് ഇപ്പം ഞങ്ങൾ പോവുകയാണെങ്കിൽ പ്രൈവറ്റിൽ പോകാൻ വരുമായിരുന്നു. അവരെ കൊണ്ട് ചെയ്യാവുന്ന വെച്ച് അവർ ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച വിഷയമൊന്നുമില്ല. ഞാൻ വീണ ജോർജിനെ എനിക്കതേ പറയാനുള്ളൂ. മറ്റുള്ളവർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ 10 കൊല്ലം കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി മണ്ഡലത്തിൽ ചെയ്തു. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. രാഷ്ട്രീയത്തിലൊന്നും നമുക്ക് വിശ്വാസമില്ല. ലോകസഭയുടെ വന്നപ്പോൾ ഞാൻ നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയെ വെച്ച് BJPക്കാണ് വോട്ട് ചെയ്തത്. പക്ഷേ നിയമസഭയുടെ വരുമ്പോൾ ഞാൻ വോട്ട് ചെയ്യുകയാണെങ്കിൽ വീണ ജോർജിനെ കൂടും. ഇത് എന്നെ സംബന്ധിച്ച് പറയാനുള്ളൂ. റോഡ് സൈഡിൽ കിടക്കും. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എറണാകുളത്ത് ചെന്ന് രാത്രി ഞാനവിടെ തങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. ഞാൻ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനപ്പോൾ പിണ്ടി അടുക്കിയിട്ടേക്കുന്നവരാണ് ജനങ്ങൾ കിടക്കുന്നത്. 1 സെൻറ്റ് സ്ഥലമോ ഒരു വീടോ ഇല്ലാത്തവരാണ്. ഇതൊന്നും ആരും പറയുന്നില്ല. എല്ലാ AC കാറിൽ കയറി നടന്ന് കോടികൾ സമ്പാദിക്കും. ആർക്കും ഒരു പാവങ്ങൾക്കും ആരും ഒന്നും ചെയ്യത്തില്ല. ഇന്നലെ ഒന്നത്. രണ്ടാമത്, പഞ്ചായത്തുകളിൽ 4 ലക്ഷം രൂപ വീടിന് കിട്ടുന്നു. ഈ 4 ലക്ഷം രൂപ കൊണ്ട് 2 റോഡ് കല്ല് ഇറക്കി 4 കട്ടളയും വെക്കുമ്പോൾ വീട് തീരുവും. പിന്നെ ചുമ്മാ കിടക്കുക. പൊളിച്ചു കളഞ്ഞ് പിന്നെ അവൻ വഴിയോരത്ത് കിടക്കേണ്ടി വരും. ഇപ്പോഴും കഴിഞ്ഞ മുമ്പത്തെ വർഷം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട് ഇപ്പോഴും പൂർത്തീകരിക്കാനാകുന്നില്ല. ഒരു സ്ത്രീ ഇവിടെ ആറന്മുള കോളനിയിൽ. കാരണം മറ്റു മാർഗമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 4 ലക്ഷം രൂപയ്ക്ക് മോളോ പറ, 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് തരുമോ? 2 മുറി ഒരു അടുക്കള തീരുമോ? ഒരു ലോഡ് കല്ലിന് എത്ര രൂപ വേണം? ഒരു ലോഡ് ചിപ്സിന് എത്ര രൂപ വേണം? ഇതുപോലെ ചിന്തിക്കുന്നു. 4 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല. മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഏത് ആൾക്കാരാണ് ചെയ്യണം. ഇതൊന്നുമില്ല. എത്രയോ പേർക്ക് വീടുകളില്ലാതെ കിടക്കുന്നു. എത്രയോ വീടുകളിൽ പെൺകുട്ടികൾ പ്രായപരിധി കഴിഞ്ഞ് നിൽക്കുന്നു. ഞാൻ 14 വർഷം പെയിൻറ്റിങ് വേണ്ടി പോയതാണ്. ജാതിമത ഭേദമില്ല. ഓരോ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. പെൺകുട്ടികൾ നിൽക്കുന്നു. മാറ്റം ആരും വരുത്താൻ ആരും മാറ്റം വരുത്തത്തൊന്നുമില്ല. ഇതൊക്കെ കയറുന്ന അവസരത്തിൽ മോളെ ഞാൻ കൈക്ക് പിടിക്കും. കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാറേലേ പോകും, പിന്നെ മിണ്ടുന്നില്ല. നമുക്ക് അനുഭവങ്ങളുണ്ട് പലതും. പണ്ട് ഇവിടെ ആറന്മുള ഒരു MLA നിന്നു, പുള്ളിയുടെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഞങ്ങളുടെ അടുത്ത് കച്ചിയും ചുമട് കൊണ്ടുപോയി ഒരുത്തനെ കയറി കെട്ടിപ്പിടിച്ച് കഥകൾ പറഞ്ഞു. അയാൾ ജയിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ പുള്ളി വടിവെച്ച് കണ്ടിട്ട് ആരും വേണ്ടിയിട്ടില്ല. പറയുന്നില്ല. ഇതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ. ഇതൊന്നുമില്ലാതെ അവരെല്ലാം കോടാനുകോടികൾ മുതലുകൾ ഉണ്ടാക്കുന്ന പാവങ്ങളുടെ പട്ടിണിയും നല്ലൊരു തുണി മേടിച്ച് കൊടുക്കാനൊക്കെ. ഞാൻ ആ എറണാകുളത്ത് വന്ന ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ആളുകളെ കണ്ടനൊക്കെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. നമുക്കൊരു പന്നഷെട്ടാന്നാലും ഉണ്ട്. അതിനകത്ത് ഇത് ആ മഞ്ഞത്ത് ആ കൊതുകടിയും കൊണ്ട് കിടക്കുന്നത്. വീടുകളില്ല. എന്ത് ചെയ്യും? ആര് കൊടുക്കും? എല്ലാവരും പറയും അത് ചെയ്യും ഇത് ചെയ്യും. ആരും ഒന്നും ചെയ്തില്ല. സാധ്യത മിക്കവാറും കോൺഗ്രസ് ജയിക്കുമായിരിക്കും. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ. അല്ല, ഞാൻ ചോദിച്ചത് എന്താ ഇവിടുത്തെ വികസനമാണോ നോക്കുന്നത്, ആൾക്കാരെയാണോ നോക്കുന്നത്? ഇവിടെ ഇപ്പോൾ അവർ വികസനമല്ല നോക്കുന്നത്. പിന്നെ പൊതുവെ ഓരോ കാര്യങ്ങളിങ്ങനെ അവർക്ക് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കണം. പിന്നെ ഇവിടെ കോഴഞ്ചേരി കഴിഞ്ഞ വേക്കത്തെ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ജയിക്കുമോ, വീണ ജോർജ് ജയിക്കുമോ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അല്ല, പൊതുവേ
ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ ഞാൻ പറയാം പഞ്ചായത്തിൻ്റെ ഇത് വെച്ച് പറയുക. എനിക്കൊന്നും തീർത്ത് പറയാൻ പറ്റുന്നില്ല. വീണയ്ക്കുമുണ്ട് അദ്ദേഹത്തിന് ചാൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയ ആളൊരു വന്നിട്ട് ഒന്ന് നോക്കിക്കളയാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തീർത്ത് പറയാൻ പറ്റത്തില്ല. ശ്രീമതി വീണയ്ക്ക് ഡിമാൻഡില്ല. മന്ത്രിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ഇവിടെ ബാധിക്കുമോ? ആരോപണത്തെക്കുറിച്ച് ആരോപണം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിത് പറയാൻ നിൽക്കുകയില്ല. ഇവിടുത്തെ സാഹചര്യം ചെറുതായിട്ട് മോശമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് BJP ജയിക്കുന്നെന്ന്. കുമ്മനം ബാക്കി രണ്ടുപേരും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണല്ലോ ഇവിടെ. അപ്പം ഇവിടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണോ ഉള്ളത്? ടൈറ്റായിട്ടാ ഇപ്പം നടക്കുന്നത്. വീണ ജോർജിന്റെ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അത് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് BJP ജയിക്കുന്നെന്ന്. അത് ജയിച്ചാലേ നമ്മളുള്ള പാവപ്പെട്ടവരാർക്ക് രക്ഷയുള്ളൂ. എന്തുകൊണ്ടൊക്കെയാണ് BJP ജയിക്കണം എന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നത്? പാവപ്പെട്ടവർക്ക് ഇതിലെല്ലാത്തിനും വില എല്ലാം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പാവപ്പെട്ടവരെന്തോ ചെയ്യും? ഇപ്പം ആരാ ജയിക്കുന്നത് പറയാനൊക്കത്തില്ല. വീണ ജോർജ് ഇപ്പോൾ ഉണ്ട്, പിന്നെ കുമ്മനം നിൽക്കുന്നു. ആരാന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്നാലും ഭൂരിപക്ഷം കുമ്മനത്തിന് കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരുടെയും പ്രതീക്ഷ അതാണ്. ഓരോരുത്തരും പറഞ്ഞ ശബരിമലയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായില്ലയോ, അതിൽ നിന്നാണ് ഓരോ പറയുന്നത്. 2 പ്രാവശ്യവും LDF ജയിച്ചത്. ഇനിയത്തെ സാധ്യത എന്തുവാന്ന് നമുക്കും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. 3 പേര് ശക്തര, അതിൽ ആര് കൊണ്ടുപോകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മണ്ഡലത്തിൽ വിദ്യാർത്ഥിയായ വീണ ജോർജ് ജയിക്കാനാണ് സാധ്യത. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ പൊളിറ്റീഷ്യനല്ല. എങ്കിലും എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞാൽ വീണ ജോർജ് ജയിക്കാനാണ് സാധ്യത. തുറന്ന് പറയാനുള്ള ഒരു സാധ്യത ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾക്ക് അതിനുള്ള പെർമിഷനും തന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. കാരണം വാർത്തകളൊക്കെ കേൾക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായി, മനസ്സിന് ഒരു പ്രയാസം കൊള്ളുന്ന കാര്യങ്ങളൊക്കെയാണ് വാർത്തകൾ കേൾക്കുന്നത്. അതുകൊണ്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ആര് ജയിക്കുമെന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മുടെ വീണ ജോർജ് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് അറിഞ്ഞുകൂടാമല്ലോ. എങ്ങനെ വിടുന്നു ഇവിടുത്തെ ഇലക്ഷനൊക്കെ? ഇലക്ഷൻ കുഴപ്പമില്ല, സാമാന്യം നല്ല രീതിയിൽ തന്നെ. ആർക്കാ ജയസാധ്യത? ജയസാധ്യത വീണ ജോർജിന് ആണെന്ന്. നമ്മൾ നല്ലൊരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെയാണ്. വീണ ജോർജ് ജയിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ്. എന്തുകൊണ്ടാണ് കാര്യം? അല്ല, ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, ആരോപണങ്ങൾ ഏത് കാര്യങ്ങൾക്കും വിമർശനങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം അത് ഭരിക്കുന്ന ഏത് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും വിമർശനങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ, എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞാലും ഒരു തീർച്ചയായിട്ടും ഒരു 3ാം ഭരണം വരുമെന്നുള്ള ഒരു വിശ്വാസമാണ്. വീണ ജോർജ് ജയിക്കും. പിന്നെ ആ പുള്ളിക്കാർക്ക് ചെയ്യാവുന്ന എല്ലാം നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ ജോർജിന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് സഹായം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കും. അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. 9ാം തീയതി ഇലക്ഷൻ അല്ലേ, അപ്പൊ അപ്പത്തേനും വോട്ട് വീണ ജോർജിനാന്ന് ഉറപ്പിച്ചോട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു എത്രയും നാളായിട്ട് നിങ്ങളെ സത്യം പറഞ്ഞില്ല, നിങ്ങൾ പെരക്കകത്ത് കയറത്തില്ല. ആ രംഗത്തിൽ കയറത്തില്ല. ഒരു കുഞ്ഞിനെ വളർത്തുന്ന വെച്ചാൽ ഇതിപ്പോൾ ഈ പ്രായത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റേതായിട്ടില്ല. തന്തയ്ക്കല്ല തള്ളയ്ക്ക് അതിൻ്റെ ഒരു വിഷമം പ്രയാസമില്ല. അവനെ ഒരുക്കി വിടാനേ, അവനെ ആഹാരം കൊടുക്കാൻ അത് സാധിക്കുന്നില്ല. അതാ ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് അവന് ആഹാരം കൊടുക്കാനുള്ളതുണ്ട്. ഇത് നടക്കുന്നു. എൻ്റെ കുഞ്ഞിന് എന്തുകൊണ്ട് അവൻ പിള്ളേരുടെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇറങ്ങി നടക്കാനൊരു ഇതില്ല. ഇനി ഞാൻ എന്തിനാ ആര് ജയിക്കുന്ന വെച്ചാൽ വീണ ജോർജ് കഴിഞ്ഞ ഇടയിൽ ജയിച്ചത്. പിന്നെ ആര് ജയിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടും ആ കൂട്ടത്തിലുള്ള. പിന്നെ മോൻ്റെ കാര്യം നമുക്ക് പറയാനെങ്കിൽ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ഞങ്ങൾ വീട്ടിലിരിക്കും. എൻ്റെ മോൻ്റെ ഒരു ഗസ്റ്റ് അവിടുത്തെ ആയിട്ട് ഇരിക്കുന്നത്, അവന് പോലും ഒരു സഹായമില്ല. ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പോലും നിവർത്തിയില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ വോട്ട് തരുന്നത് പറ?